ഇത് ക്യാൻസർ ആവോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റെഗുലർ പെയിൻ ആയതുകൊണ്ട് തന്നെ കൂടെ വന്നിരിക്കുന്നവരടക്കം ചിന്തിച്ചു ഞാൻ വെറുതെ പറയുന്നതാണ്, എനിക്ക് പെയിൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര നിസ്സാരമാക്കിയിട്ട് ഗൈനക്കോളജിസ്റ്റ് എടുക്കുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ലൈഫിൽ നിന്ന് പോയി. സോ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ചിലപ്പം ക്യാൻസർ ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോയെന്ന്. അതിന് കാരണമുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് നല്ല പെയിനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ലാസ്റ്റ് ടൈം, അതായത് കഴിഞ്ഞ ജാനുവരിയിൽ ഇതിൻ്റെ സെൻറ്റിമീറ്റർ, ഇത് ജസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ സംതിങ് ആയിരുന്നു. വിത്തിൻ 3-4 മന്ത്സിൽ ഇത് പെട്ടെന്ന് 4 സെൻറ്റിമീറ്ററായി. പിന്നെ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾക്ക് പീരിയഡ്സ് ടൈമിൽ മാത്രം ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ. പക്ഷെ എനിക്ക് റെഗുലറായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. സോ നോർമലി ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും ഇത് പീരിയഡ്സ് പെയിൻ മാത്രമല്ലേന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റെഗുലർ പെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വെദർ ഇത് ക്യാൻസർ ആവോ? നമുക്ക് എല്ലാവരും അങ്ങനെയാണ്. ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം അതിൻ്റെ പെയിൻ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെയിൻ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കത് അക്സെപ്റ്റിൻ്റെ പുറത്ത് പോട്ടെ, എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. സോ അന്ന് എനിക്ക് എക്സിഷൻ ചെയ്ത ഒരു ഫ്ലഷ് എടുത്തിട്ട് അവർ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് അത് സ്കാർ എൻഡോമെട്രിയോസിസ് ആണ്, വേറെ അതിലൊന്നുമില്ല. ഇപ്പം ഞാൻ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് നമ്മൾ എക്സിഷൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങളിനി പേടിക്കേണ്ട, നമുക്ക് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയൊരു കാര്യം എനിക്ക് എന്തായാലും ഇതിൽ പറയണം. ബിക്കോസ് ഇത് വന്നത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടല്ല, ഇത് എനിക്ക് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് വന്ന ഇഷ്യൂ ആണ്. അതായത് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതാകുന്നതോ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ഞാൻ ചോദിച്ച ഡോക്ടേഴ്സൊക്കെ അവർ പറഞ്ഞപ്പോൾ അങ്ങനെയാണ്, അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതോ അല്ല ബൈ മിസ്റ്റേക്ക് ഇത് ഏത് ഈ സ്കാർ ടിഷ്യൂയിലേക്ക് ട്രാപ്പായി പോകുന്നതൊക്കെ എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരാണല്ലോ മെയിനായിട്ട് മെഡിക്കൽ കോളേജിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ദയവേത് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് അവർ ഒരു ബൈ മിസ്റ്റേക്ക് പറ്റിപ്പോയതായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഡോക്ടറോട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര നിസ്സാരമാക്കിയിട്ട് ഗൈനക്കോളജിസ്റ്റ് എടുക്കുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. എത്ര ഡോക്ടേഴ്സിനെ കാണാൻ പോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എല്ലാവരും ഇവൻ ഒരു ഡോക്ടർ എന്നോട് മുഖത്തൊക്കെ നീ നല്ല അടിപൊളിയല്ലേ, ഞാനിവിടെ പിയേഴ്സൊക്കെ ഈ നല്ല പിയേഴ്സൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പം നീ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ, ഇതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇത്രയും വലിയ മുഴയും വെച്ചിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ തോന്നലാണെന്നാണ് എന്നോടൊരു ഗൈനക്ക് പറഞ്ഞത്. അവളുടെ പേര് ഞാനിവിടെ ചെയ്യുന്നില്ല. ഒരു വെൽ നോൺ ആയിട്ടുള്ള മെഡിക്കൽ കോളേജിലൊരു ഗൈനക്കാണ് എന്നോടത് പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട്, അതായത് ആളുദ്ദേശിച്ചത് മെൻ്റൽ സപ്പോർട്ടാണ്. ഞാൻ ഈ MRIയും ഈ സ്കാനിങ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ഇവരിങ്ങനെ പറയുമ്പോൾ അപ്പോൾ കൂടെ വന്നിരിക്കുന്നവരടക്കം ചിന്തിച്ചു ഞാൻ വെറുതെ പറയുന്നതാണ്, എനിക്ക് പെയിൻ ഇല്ല എന്നുള്ളത്. നമുക്ക് അറിയുള്ളൂ. മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. 2 വാ ചോറുണ്ണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ വിങ്ങി കളിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര ലാഘവത്തോടെ എടുക്കുന്നത്? സംഭവം ഇതൊരു നോൺ ബെനൈൻ മീൻസ് ഇതൊരു ക്യാൻസർ അവസ്ഥയല്ല. പക്ഷെ ഇതിൻ്റെ പെയിന് സീരിയസ്ലി വെരി അൺസഹിക്കബിളാണ്. ഇത് ആർക്ക് എനിക്കറിയാം. ഞാൻ എൻ്റെ സ്ഥാപനത്തിലാണ് ഇഷ്ടം പോലെ എൻ്റെ ക്ലയൻസ് വരും. അപ്പം ഇവർ പറയുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, പെയിൻ സഹിക്കാൻ പറ്റില്ലടോ, നമ്മൾ ജീവിതകാലം മൊത്തം ഇതും കൊണ്ട് നടക്കേണ്ടി വരും. ഒരിക്കലുമില്ല, നിങ്ങൾ ജീവിതകാലം മൊത്തം ഇതും കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് ക്യൂറബിളാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വരാം, ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ തന്നെ ഈസ്ട്രജൻ്റെ അളവ് എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാളയത്തൊരു ഹോസ്പിറ്റലുണ്ട്, ശിശു വുമൺസ് ആൻഡ് ചൈൽഡ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതും ഗവൺമെൻറ്റിൻ്റെയാണ്. അവിടുത്തെ ഒരു സീനിയർ ഗൈനക്കുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ എവിടെ കയറിയാലും ഈ സംഭവം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണെങ്കിലായിരിക്കും ചിലപ്പോൾ അത് വരിക. അപ്പം മേ ബി അതും പോസിബിൾ ആകാം. പക്ഷേ അറ്റ് പ്രസൻറ്റ്
ഞാൻ അതെടുത്ത് കളഞ്ഞപ്പോൾ ഞാൻ ക്യൂറായിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാ 2 months ഞാൻ എൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ഞാൻ നടത്തും. അപ്പം എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. ബിക്കോസ് നമുക്കൊന്നും ഇതൊന്നും സഹിച്ച് നടക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കുഞ്ഞു ലൈഫല്ലേ, നമ്മളിത് ഈ വേദനയും വെച്ച് പോലെ ഇങ്ങനെ ഇതും ചുമന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓടി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലാസ്റ്റ് ഇങ്ങനെ ഈ റൂമിൽ ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്ത് ഫാന് നോക്കി കിടക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്തിനായിരുന്നു ഞാൻ ഇത്രയും ഈ വേദനയും സഹിച്ച് ഇങ്ങനെ നടന്നതെന്ന് ഓർത്ത് എനിക്കിങ്ങനെ കുറ്റബോധം വരും. സോ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ, ഡോക്ടറെ കാണിച്ചോളാം. നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, ഒരു പല്ലുവേദന ആയിക്കോട്ടെ, ദയവ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാം, മെഡിസിൻ എടുക്കാം. വെച്ചുകൊണ്ടിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൈവിട്ട് പോകും. മുത്തപ്പൻ്റെ അനുഗ്രഹം എനിക്ക് എന്താ പറയുക, ഇപ്പോഴത്തേക്കും ഇതോടെ കഴിഞ്ഞു. ഞാനെന്നെ ഹെൽത്ത് നോക്കണം. സത്യം പറഞ്ഞാലേ ഇതിനൊരു മെൻ്റൽ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് നമ്മൾ ഫാമിലീനെ നമുക്കിത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ മാസത്തിൽ 7 to 10 ദിവസമാണ് ഇതിൻ്റെ പെയിൻ വരിക. അതായത് പീരിയഡ്സ് ആയി 2nd day തൊട്ടിട്ട് 3rd day വരെ ആയിരിക്കും നമുക്കിതിൻ്റെ പെയിൻ വരിക. ഓക്കെ, അപ്പം നമുക്കിതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചാലും ഒരു വിശ്വസിക്കില്ല. കാരണം ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ പോകുന്നു, നമ്മൾ ഭയങ്കര ആക്റ്റീവ്. പക്ഷേ ഉള്ളിൽ ചെറിയ പെയിൻ ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സഹിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ആക്റ്റീവ്നെസ്സൊക്കെ ഇവിടെ കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഒരു കൺവീൻസ് ആവണമെന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം പറയുമ്പോൾ ഒക്കെ അവർ പൊട്ടെ എന്നുള്ള മൈൻഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയത്താണ് ഞാൻ പറയുമ്പോൾ അവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഓക്കെ, പറയാതിരിക്കാൻ വയ്യ. ഒരു 1 month ഒരു 5 days നൈറ്റ് കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നോർമലി ഞാൻ ഉറക്കത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ആ ഒരു ഡേയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത വേദന. അപ്പോൾ ഒക്കെ നമ്മൾ ആലോചിച്ച് പോലും ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ചുറ്റുമെല്ലാം ഒരവസ്ഥയായിരിക്കും. നമ്മൾ കാലൊക്കെ വേദനിക്കും, കൈ വേദനിക്കും, വയറ് വേദനിക്കും. അപ്പം അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈവൻ അമ്പാടി സപ്പോർട്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ആളൊക്കെ സപ്പോർട്ട്, എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫൈനലി എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ ഇപ്പം ഞാൻ പറയാം, ഞാനൊരു എൻഡ് ഓഫ് ഫ്രീ ലൈഫിലേക്ക് പോകുകയാണ്. സോ ആർക്കെങ്കിലും ഞാൻ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ദയവേത് ലേഡീസ് നിങ്ങൾ ഇങ്ങനെ ഒരു വേദന ഉണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. ഒരാൾക്കും നമ്മുടെ പെയിൻ മനസ്സിലാവില്ല. എത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും അതിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ ആർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. സോ ബെറ്റർ ഗോ ഫോർ എ ഗുഡ് ഡോക്ടർ. നമുക്ക് നല്ലൊരു എന്താ പറയുക, രോഗം ഡയഗ്നോസ് ചെയ്യുന്ന നല്ലൊരു ഡോക്ടറിനെ കാണാം, നല്ലൊരു സർജനെ കാണാം. ഇത് എക്സിഷൻ ചെയ്ത് കളയുക, ലൈഫ് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാം. ഇവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ എല്ലാം എത്ര മിസ് ചെയ്യുന്നു. ബിക്കോസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 20 days ആയിട്ടുള്ളൂ, ബട്ട് ഐ മിസ് എവ്രിതിങ്. എൻ്റെ ഷോപ്പിൽ എൻ്റെ വർക്ക് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്ക്, ആ വർക്കിൽ നിന്ന് ഇത്രയും ഒരു ഇടവേള എടുക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ഫീൽ വെരി മിസ്സിങ്, സീരിയസ്ലി എല്ലാം. പിന്നെ എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഒന്ന് എടുക്കാമോ. ഐ ഫീൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല. എടുക്കാൻ പോയിട്ട് അവളൊന്ന് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വേദനിക്കുമായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറി ഞാൻ ഇനി ലൈഫും ഇതിൽ നിന്ന് ഒന്ന് ഫ്രീ ആയി. സോ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എവറിത്തിങ് ഗോയിങ് ടു ഗുഡ് ടു ഓൾ. താങ്ക് യു സോ മച്ച്.